ചന്ദനം എന്തിന് കുങ്കുമം എന്തിന് ചന്ദനപ്പൊട്ടു നിനക്കെന്തിന് ചന്ദനപ്പൊട്ടിൻ്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ലടി എന്താ ചന്ദന കളർ അടിപൊളി. ശശിയേട്ടാ എന്തുട്ടാ കാണിച്ചു വെച്ചിരിക്കണേ? ചന്ദന കളറാന്ന് പറഞ്ഞിട്ട് വേറെ കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ കളർ ഈ കളർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ചന്ദന കളർ അടിക്കുന്നത് അവിടുത്തെ കളർ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ മരത്തിൻ്റെ ഷാഡോ പറഞ്ഞ കാരണം കുറച്ച് ഡാർക്കായിട്ട് തോന്നും, ഇവിടെ കുറച്ചുകൂടെ ലൈറ്റായിട്ട് തോന്നും. ഇതാണ് കറക്റ്റായിട്ട് ചന്ദന കളർ. അല്ലല്ല, നല്ല വ്യത്യാസം ഉണ്ടടാ. നല്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ശശിയേട്ടൻ ശരിക്കും പെയിൻ്റ് അടിക്കാൻ അറിയൂ? എന്തുകൊണ്ട് നീ അങ്ങനെ പറയണ്? അങ്ങനെ പറയും. അതെ, നിനക്ക് വർണ്ണാന്തതയാ. വർണ്ണാന്തതയാ? എന്നിട്ട് വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ ഒരു കളറ് രണ്ട് കളറായിട്ട് തോന്നും, അതാണ് നിന്റെ പ്രശ്നം. ആ ചേട്ടൻ മര്യാദയ്ക്ക് ഇത് അടിച്ചു വെച്ചിട്ട് പോയാൽ മതിട്ടാ. നിനക്ക് ധവളചക്രം എന്താണെന്ന് അറിയോ? ഇല്ല. ആരെ കണ്ടുപിടിച്ചെന്നറിയോ? ഇല്ലാന്ന്. ധവളചക്രം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൻ. മഴവില്ലിന് 7 നിറങ്ങളുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച. മനസ്സിലായില്ലേ? കുട്ടികളെ പഠിപ്പിക്കും. ആ മോട്ടോർ ഷെഡിന്റെ അടിയിൽ വലിച്ചു വാരി കൂട്ടിയിട്ട് എന്തുട്ടാ? അത് ഞങ്ങളുടെ പണിസാധനങ്ങളാ രാജാവേ. എന്നാ അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഈ ചന്ദന കളർ ആക്കിയതിന് ശേഷം കൊണ്ടുപോയാൽ മതി. അതവിടെ ഇരിക്കട്ടെ കേട്ടാ. വാശിയാണോ? വാശി തന്നെയാ. ശശിനെ വാശി പിടിപ്പിക്കരുത്. എന്തേ? വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചന്ദന കളർ ആക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ബിക്കോസ് ഐ എം ബ്രില്യൻറ്റ്.